ജൈവ പച്ചക്കറി കൃഷിയിൽ വിജയഗാഥ രചിച്ച് കുമ്പളങ്ങി സ്വദേശികളായ 3 ചെറുപ്പക്കാർ. കുമ്പളങ്ങിയിൽ കാറ്ററിംഗ് സർവീസ് നടത്തുന്ന സാദിഖിന്റെ പറമ്പിൽ സാദിഖും സുഹൃത്തുക്കളായ ബിജുക്കുട്ടനും ലിജുമോനും ചേർന്ന് നടത്തിയ പച്ചക്കറി കൃഷിക്ക് 100 മേനി വിളവ്. പച്ചക്കറിത്തോട്ടത്തിലെ 3ാമത്തെ വിളവെടുപ്പ് ഉദ്ഘാടനം കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PA സഗീർ നിർവഹിച്ചു. കൃഷിയോടുള്ള സ്നേഹവും പരിശ്രമവും ഒത്തുചേർന്നാൽ നല്ല വിളവെടുക്കാമെന്ന് തെളിയിച്ചിരിക്കുകയാണ് കുമ്പളങ്ങി സ്വദേശികളായ 3 ചെറുപ്പക്കാർ. കുമ്പളങ്ങിയിൽ കാറ്ററിംഗ് സർവീസ് നടത്തുന്ന സാദിഖിന്റെ പറമ്പിലാണ് സാദിഖും സുഹൃത്തുക്കളായ ബിജുക്കുട്ടനും ലിജുമോനും ചേർന്ന് ജൈവ പച്ചക്കറി കൃഷി ആരംഭിച്ചത്. കുമ്പളങ്ങി പഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും പ്രോത്സാഹനം കൂടിയായപ്പോൾ ഇവരുടെ കൃഷി 100 മേനി വിളവെടുത്തു. ഈ കൃഷി എന്നുള്ളൊരു സംരംഭം തുടങ്ങാൻ വേണ്ടി കുമ്പളങ്ങി പഞ്ചായത്തും കുമ്പളങ്ങി പഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റ് സഗീറും വ്യാപാരി വ്യവസായി പ്രസിഡന്റ് തമ്പിച്ചേട്ടനും കുമ്പളങ്ങി കൃഷി ഓഫീസർ സജിത മേഡവും ഞങ്ങൾ ശോഭ മേഡവും ഞങ്ങളെ ഒരുപാട് സപ്പോർട്ട് ചെയ്തു. ഇത് തുടങ്ങാൻ വേണ്ടി ഞങ്ങൾക്ക് ആദ്യം കറണ്ട് ഇല്ലായിരുന്നു. ജനറേറ്റർ വെച്ചാണ് ഞങ്ങൾ 2 വിളവെടുപ്പും ചെയ്തത്. അത് കണ്ട് നമ്മുടെ KCBയിലെ ഫിലിപ്പ് സാർ വന്നിട്ട് കാർഷിക ഉപയോഗത്തിനായി ഞങ്ങൾക്ക് കറണ്ട് തരാം എന്നുള്ളൊരു പ്രോത്സാഹനം ചെയ്തു. അതോടുകൂടിയപ്പോൾ ഞങ്ങൾക്ക് ഒന്നുകൂടി സപ്പോർട്ടായി. പിന്നെ ഞാൻ ഇതിനോട് ആത്മാർത്ഥമായിട്ട് നിൽക്കുന്ന ലിജുമോനും ബിജുക്കുട്ടനുമാണ് ഇതിന് ഫുൾ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് വേണ്ടി ഈ പറമ്പ് തന്ന ജോണപ്പൻ ചേട്ടനും വക്കച്ചൻ ചേട്ടനും പ്രത്യേകം നന്ദിയും പറയുന്നു. പച്ചക്കറിത്തോട്ടത്തിലെ 3ാമത്തെ വിളവെടുപ്പ് കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PS സഗീർ ഉദ്ഘാടനം ചെയ്തു. കർഷകശ്രീ അവാർഡ് സാദിഖ് കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും കൊടുക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. എന്നാൽ ഇതുപോലെയുള്ള സംരംഭങ്ങൾ ഇപ്പോൾ ഒട്ടേറെ ഈ കൃഷി ഓഫീസർ വന്ന സമയത്ത് ഒട്ടേറെ മട്ടുപ്പാവ് കൃഷിയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റാവുന്ന പ്രവർത്തനങ്ങൾ വളരെയധികം ആത്മാർത്ഥമായിട്ടൊക്കെ ചെയ്തു പോകുന്ന ഉദ്യോഗസ്ഥന്മാരാണ് കൃഷിഭവനിലെ ഉദ്യോഗസ്ഥന്മാർ. ഈ സദസ്സിൻ്റെ പേരിൽ പ്രത്യേകം ഈ ഉദ്യോഗസ്ഥന്മാർക്ക് പ്രത്യേകം നന്ദിയും കടപ്പാടും ഞാൻ ഗ്രാമപഞ്ചായത്തിൻ്റെ പേരിൽ നേരുകയാണ്. കൃഷി ഓഫീസർ ശോഭന VS, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കുമ്പളങ്ങി യൂണിറ്റ് പ്രസിഡന്റ് KV തമ്പി, പൊതുപ്രവർത്തകരായ ഷാജി കുറുപ്പശ്ശേരി, KC കുഞ്ഞുകുട്ടി തുടങ്ങിയവർ ആശംസകൾ നേർന്ന് ചടങ്ങിൽ പങ്കെടുത്തു. നമ്മുടെ കുമ്പളങ്ങി പഞ്ചായത്തിലെ നിരവധി ആളുകൾക്ക് ഒരുപാട് സ്ഥലങ്ങളുണ്ട്. സ്ഥലം കുറഞ്ഞ ആളുകളുണ്ടെങ്കിലും നമുക്കറിയാം, ഇന്ന് ചെറിയ സ്ഥലങ്ങളിൽ ചെറിയ കൃഷി നടത്തുന്ന ആളുകളാണ് കൂടുതൽ. വലിയ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ കാട് പിടിച്ച് കിടക്കും, അത് ഉപയോഗശൂന്യമായി കിടക്കും, വിറ്റ് കാശാക്കുന്ന ഒരു രീതിയാണ് കാണുന്നത്. എന്നാൽ കൂടുതൽ തുക കൊടുത്ത് സ്ഥലം വാങ്ങിയ സാധ്യതയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് എത്രമാത്രം താല്പര്യമുണ്ട് ഈ കൃഷിയെ സംബന്ധിച്ചുള്ള. കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്തിലെ ഈ യുവാക്കൾ നടത്തുന്ന ഈ കൃഷി വളരെ മാതൃകാപരമാണ്. എന്താ പറയുക, ഉപ്പാണ് കൃഷിയൊന്നും നടക്കില്ല എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആൾക്കാർക്ക് ഇത് കണ്ടു പഠിക്കാവുന്നതാണ്. കാരണം സ്ഥലം മാക്സിമം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഇനി അങ്ങോട്ടും ഇവർക്ക് എല്ലാവിധ പ്രോത്സാഹനവും കൃഷിഭവൻ്റെ പേരിൽ നിന്ന് നൽകുന്നതാണ്. വിത്തായിട്ടാണെങ്കിലും വളമായിട്ടാണെങ്കിലും പിന്നെ നമ്മുടെ പ്രോജക്ട്സിൽ ഇവർ ആഡ് ചെയ്യുന്നതാണ്. എല്ലാവിധ സാമ്പത്തിക സഹായവും ഇവർക്ക് കൃഷിഭവൻ എപ്പോഴും ഇവരുടെ കൂടെ ഉണ്ടാവും. കൃഷി ചെയ്യുന്നവരുടെ കൂടെയാണല്ലോ കൃഷിഭവൻ നിൽക്കുന്നത്. അപ്പോൾ തികച്ചും മാതൃകാപരമായിട്ടുള്ള കൃഷിയാണ്. ഇറ്റാച്ചിയുമായിട്ട് കയറിയിട്ടാണ് ഈ പറമ്പിലേക്കൊന്ന് കയറി. അതിന് ശേഷം ഇതെങ്ങനെ ആയിരിക്കും, ഇതിങ്ങനെ ആകും, ധൈര്യമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാമെന്നും പറഞ്ഞുള്ള ആ ഒരു കാഴ്ചപ്പാടോടുകൂടിയാണ് ഈ കൃഷിയുമായിട്ട് മുന്നോട്ട് പോയത്. അതിത്ര മനോഹരമായിട്ട് ഞങ്ങൾക്ക് ആർക്കും തന്നെ ഇതിനെപ്പറ്റി വലിയ കാര്യങ്ങളൊന്നും അറിയില്ല. എന്നാലും പറ്റാവുന്ന പോലെയൊക്കെ ചെയ്ത് ഇനി നിങ്ങളുടെയൊക്കെ നിർദ്ദേശവും ഒക്കെ കൊണ്ട് കൂടുതൽ നല്ല വിളവെടുപ്പ് എടുക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കട്ടെ. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഇതിലേതെടുക്കണ്ടേ? രണ്ടും എടുത്തോ? അതെ, ഇതെങ്ങനെയുണ്ട്? എന്റെ മച്ചാനെ ബഡ്ജറ്റ് പറ്റി ടെൻഷൻ എടുക്കണ്ട. 99 മുതൽ സ്റ്റാർട്ട് ചെയ്ത ലേഡീസിന്റെ 1 കളക്ഷൻ അവിടെ ഉള്ളത്. 2 ഷർട്ട് എടുത്താൽ വെറും 799 രൂപ. ഒന്ന് നോക്കണ്ട, ആവശ്യം കൊടുത്തു. ഇനി ബഡ്ജറ്റ് ഒരു പ്രശ്നമേ അല്ല. ദ സോൾട്ട് ഹൈപ്പർ മാർക്കറ്റ്, ചുള്ളിക്കൽ, കൊച്ചി.